ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജെറി. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഫാബ് ഗിയറിൻ്റെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫാബ് ഗിയർ പ്ലാസ്മ കട്ടിങ് അല്ലെങ്കിൽ ഫ്ലെയിം കട്ടിങ് എന്ന് പറയും. ആ മെഷീൻ്റെ വർക്കിങ്ങിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ F1 ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് ഷേപ്പ് ലാബ്, അതായത് ഇതിൽ ഓൾറെഡി പ്രീസെറ്റ് ആയിട്ടുള്ള കുറേ ഷേപ്പുകൾ കാണാൻ പറ്റും. ഈ ഷേപ്പുകളിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാതെ ഫയല്, അതായത് ഇതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ വീഡിയോ എനിക്ക് ഇതുവരെയും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ സോഫ്റ്റ്വെയറിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇട്ട് തരാം. ഓക്കെ, ഇതാണ്. ഇതിൽ F2 പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഫയൽസ് ഓപ്പൺ ആയിട്ട് വരും. ഈ സോഫ്റ്റ്വെയറിൽ കയറി നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്തിട്ട് പെൻഡ്രൈവിലാക്കിയിട്ട് ഇവിടെ പോർട്ടുണ്ട്. ഈ പോർട്ടിലിട്ടിട്ട് ഇവിടെ നമ്മൾ സെർച്ച് F3 ഞെക്കുമ്പോഴത്തേക്ക് സെർച്ച് വരും. സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല, സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഫയൽസ് വരും. ഫയൽസ് നമ്മൾ സെലക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ എടുക്കുമ്പോഴത്തേക്ക് F സൈറ്റിൽ ഓക്കെയാണ് വരുന്നത്. ഓക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ മുമ്പ് കട്ട് ചെയ്തിരുന്ന ഫയലാണ്. ഇപ്പോഴൊന്നുമല്ല, മുമ്പ് കട്ട് ചെയ്തിരുന്ന ഫയലാണ്. ഈ ഫയൽ വരും. ഇതിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഈ പ്ലേ ബട്ടണിൽ കൊടുത്താൽ ആദ്യം പ്ലേ ബട്ടണിൽ കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റർ ചെയ്യാൻ പറയാം. എൻ്ററിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കട്ട് സ്റ്റാർട്ടാവും, അല്ലെങ്കിൽ ക്യാൻസൽ ആണെങ്കിൽ എസ്കേപ്പിൽ ഞെക്കിയാൽ മതിയാവും. ഇപ്പോൾ നമ്മൾ എൻ്റർ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരു കൾച്ചർ ഉണ്ടോ, ഈ കൾച്ചർ സ്റ്റാർട്ടാകും. അപ്പോഴത്തേക്ക് ഈ മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിത്തുടങ്ങും. അപ്പോൾ അതൊക്കെ മൂവ് ആവുന്നത് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. സ്പീഡപ്പ് F5 സ്പീഡപ്പ്, F4 സ്പീഡ് ഡൗണ്. അപ്പോഴത്തേക്ക് ഇവിടെ സ്പീഡ് എഴുതി കാണിക്കും. ഒരു മിനിറ്റ്, പോസ് ചെയ്തിട്ട് സ്പീഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് സോറി, ഇവിടെയാണ് കേട്ടോ സ്പീഡപ്പ്. കട്ട് സ്പീഡ് ചേഞ്ച് ആവുന്നതാണ് കേട്ടോ. നമുക്ക് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. സ്പീഡ് ഡൗൺ ആണെങ്കിൽ F4 ഞെക്കിയാൽ മതിയാവും. അപ്പോഴത്തേക്ക് സ്പീഡ് ഡൗൺ ആവും. ഈ തിക്നെസ് പിന്നെ മൂവ് എല്ലാം ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും. നമുക്ക് ഈ സാധനം, ഈ കട്ടിങ്ങിൻ്റെ നോബ് കൺട്രോൾ ചെയ്യാനായിട്ട് 2 പാനലുണ്ട്. ഒന്ന് ഈ കൺട്രോളുണ്ട്, അനങ്ങനെ ഉണ്ടോ, മെഷീൻ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഉള്ളത് വന്നിട്ട് ഇവിടെ ഞെക്കിയാലും അത് കൺട്രോൾ ആവും. കണ്ടില്ലേ, ഈ ബട്ടണും കൺട്രോൾ ആവും. മുമ്പോട്ടും ബാക്കിലോട്ടും വരാനായിട്ട് ഈ ബട്ടനാണ്. മേളിലോട്ടും താഴോട്ടുള്ള ബട്ടനാണ് മുമ്പോട്ടും ബാക്കിലോട്ടും വരാനുള്ള ബട്ടൺസ്. പിന്നെ ഉള്ളത് വന്നിട്ട് ഇതിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ആവാനായിട്ട് സെലക്ട് ചെയ്യുന്ന ബട്ടനാണിത്. ഇതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ചേഞ്ച് ആവും. ഫോക്കസ് ആവുന്നില്ല. ഇപ്പോൾ കണ്ടിന്യൂ മൂവ് ഒന്ന് കണ്ടോ, മാനുവൽ അതിൽ കീപ് മൂവിങ്. പിന്നെ സ്റ്റെപ്പ് മൂവ് വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര ആണെന്നുള്ളത് അതിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ഒരു ഇതിൽ സ്റ്റെപ്പ് മൂവിൻ്റെ ഇത് കാണിച്ചു തരാം. ഇതിൽ മാനുവൽ മൂവ് എന്ന് കണ്ടോ, F7 പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്ക് സ്റ്റെപ്പ് മൂവ് F3 കിടക്കുന്നത്. ഓക്കെ, F3 പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ആണെന്ന് ചോദിക്കും. അതിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 300 അടിച്ചു കൊടുക്കാം. 300 ഡോട്ട്, എന്നിട്ട് എൻ്റർ കൊടുക്കാം. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് മോഡിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ നോബ് അങ്ങോട്ടാക്കി കൊടുക്കുവാണെങ്കിൽ അത് വരയ്ക്കാൻ തുടങ്ങും. ഐ മീൻ കട്ട് ചെയ്ത് തുടങ്ങും. എന്നിട്ട് 300 ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും. അതേപോലെ തന്നെ മേളിലോട്ട് 300 മേളിലോട്ടാക്കുമ്പോഴത്തേക്ക്, ഈ സാധനം മേളിലോട്ടാക്കുമ്പോഴത്തേക്ക് അത് 300 ആകുമ്പോഴത്തേക്ക് അത് നിൽക്കും. വീണ്ടും സൈഡിലോട്ടാക്കുമ്പോഴത്തേക്ക് 300 ഓടും. വീണ്ടും താഴോട്ടാക്കുമ്പോഴത്തേക്ക് വീണ്ടും 300 ഓടും. ഇങ്ങനെ കറക്റ്റായിട്ടൊരു 300x300 ഷേപ്പ് കിട്ടും. കട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ സോഫ്റ്റ്വെയറിലിട്ട് ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്യാനും പറ്റും. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ട് അടുത്ത വീഡിയോയിലിടാം. ഓക്കെ, ബൈ.